ഞാൻ ചോദിച്ചതൊന്നും രഘുവേട്ടൻ കേട്ടില്ലേ? ആ കേട്ടു. പാലക്കാട് കിടക്കുന്ന പ്രോപ്പർട്ടിയുടെ കാര്യമല്ലേ, അത് നമുക്ക് ആലോചിക്കുന്നതിനന്ന് പറഞ്ഞാണല്ലോ. അതങ്ങനെ ഒരുപാട് വൈകിക്കാനൊന്നും പറ്റില്ല. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് രഘുവേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ. എടോ നമുക്ക് വേണ്ടപ്പെട്ട ആരാണോ ആ പ്രോപ്പർട്ടി വാങ്ങാൻ തയ്യാറാവുക? ആരും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പെട്ടെന്ന് വല്ലതും നടക്കണമെങ്കിൽ ബ്രോക്കർമാര് തയ്യാറാവണം. അവന്മാരെ അതിന്റെ വിലയുടെ നേർ പകുതിയായിരിക്കും പറയാ. അവരുമായിട്ട് അങ്ങനെ ഒരു കച്ചവടം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ അന്ന് വിളിച്ചപ്പോ രഘുവേട്ടൻ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് പരസ്പരം സമാധാനിപ്പിക്കാൻ വേണ്ടിയില്ലേ? അപ്പോ തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കണ്ടേ? അല്ലാതെ ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തില് രഘുവേട്ടൻ ഒരു തീരുമാനവും ഇല്ലായിരുന്നു. സുജാതെ, ഇവിടെ നമുക്ക് നാളെ എങ്ങനെ സംസാരിച്ച പോരെടൂ ഈ കാര്യം. ക്ഷീണം കൂടുതലാവുമ്പോ ഏറ്റവും നല്ല ചോദ്യങ്ങൾ പോലും ഇറിറ്റേഷൻ ആയി പോകും. ഇറിറ്റേഷൻ. ശരി, ആയിക്കോട്ടെ. അല്ല, പോകുന്നതിന് മുൻപ് രഘുവേട്ടൻ ഹരിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. ഹരിയുടെ കൂടെ പാടത്ത് പണിക്ക് പോകുന്ന കാര്യം. ആ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? അത് പറയാൻ മറന്നുപോയി. ഞാനേ നാളെ പോലെ ഞാൻ ജോലിക്ക് പോവാ. എന്ത് ജോലി? അതെ, ഞാനൊരു കമ്പനിയിലെ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. അവിടുത്തെ പദവിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തീരുമാനമായിട്ടില്ല. അതിപ്പോഴാണോ എന്നോട് പറയുന്നത്? പിന്നല്ലാതെ. ഇപ്പൊ പറഞ്ഞ എന്തോ കുഴപ്പം? എടോ, തൽക്കാലം നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ നല്ല ശമ്പളമുള്ള ഒരു ജോലിക്ക് പോയല്ലേ പറ്റൂ. അത്രേ ഞാൻ ചിന്തിച്ചുള്ളൂ. എന്തേ? ദേ, നാളെ എനിക്ക് കുറച്ച് നേരത്തെ എഴുന്നേക്കണം. അല്ല, രഘുവേട്ടൻ എന്നോട് എന്തെങ്കിലും അകൽച്ചയുണ്ടോ? സുജാതെ, ദേ, എന്റെ ക്ഷീണം കൊണ്ട് ഞാനൊന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞു. അതിന് വേറെ അർത്ഥങ്ങളൊന്നും കാണണ്ട. തന്നെ ആവശ്യമില്ലാത്ത ചിന്തകൾ വിട്ടിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കും. ഗുഡ് നൈറ്റ്.